ക്രിസ്തുമസ് പോലെ തന്നെയാണ് എനിക്ക് ഓണം ആഘോഷം. ആഘോഷത്തിലുപരി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി ദിവസങ്ങൾ ആ ഒരു സമയത്തായിരിക്കും. സ്കൂളൊക്കെ അടയ്ക്കാൻ നോക്കി നിൽക്കും അമ്മ വീട്ടിലേക്ക് ഓടാൻ. ആ ഒരു 10 ദിവസത്തെ വെക്കേഷൻ ഞങ്ങൾ കൂടുതലും അമ്മ വീട്ടിലായിരിക്കും അടിച്ചു പൊളിക്കുക. ഓണമെന്ന് മാത്രമല്ല, എല്ലാ വെക്കേഷൻസും ഞങ്ങൾ അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ തന്നെയല്ലേ, ഒന്നില്ലെങ്കിൽ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ. സ്വന്തം വീട്ടിലൊക്കെ ഇതൊക്കെ ആഘോഷിക്കുന്നവർ കുറവായിരിക്കും അല്ലേ. ആ ഒരു മൊമെൻറ്റ്സ് ഒന്നും ഇനി ലൈഫിൽ ഉണ്ടാവുമോ എന്തോ. ഞങ്ങൾ കാനഡയിലേക്ക് വരാൻ നേരത്ത് ഞങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഉറപ്പുള്ള മൊമെൻറ്റ്സ് അതൊക്കെയായിരുന്നു. അതെന്തൊക്കെ തന്നാലും ഒരു റീപ്ലേസ്മെൻറ്റ് അതിനില്ല. കഴിഞ്ഞ ക്രിസ്തുമസ് ഈസ്റ്ററും ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ വന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ ഈ ഓണം ഒറ്റയ്ക്ക് ആഘോഷിക്കുമോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ഗഡീസിനെയൊക്കെ പരിചയപ്പെട്ടത് ഞങ്ങൾ. അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണമെന്ന പോലെ രീതിയിൽ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ചൊരു ചെറിയ ആഘോഷമൊക്കെ നടത്തി ഓണസദ്യ ഉണ്ടാക്കി. പിന്നെ പൂക്കളത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ. അത് പിന്നെ അറിയാലോ, നമ്മുടെ നാട്ടിലെ പോലെ അത്ര നമുക്ക് സിറ്റുവേഷൻസ് ഇവിടെ ഓക്കെ അല്ല പൂക്കളിടാനും പൂ പറിക്കാനൊന്നും. പക്ഷേ ഉള്ളത് കൊണ്ട് ഓണെന്ന രീതിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് കിട്ടി, ഫോട്ടോസ് കിട്ടി. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം.